Watch full episodes on Jio Hotstar. സുപ്രീമോടെ കോൾ. നീ ഇവിടെ ഏലിയന്റെ വേഷം കെട്ടി എല്ലാം നശിപ്പിച്ചോണ്ടിരിക്കല്ലേ. ഇന്ന് നിനക്കെതിരെ ഞാൻ സുപ്രീമോട് കംപ്ലൈന്റ് പറഞ്ഞിരിക്കും. നിന്നെ ഒരു പാഠം പഠിപ്പിക്കും. അത് ശരി, ഇതായിരുന്നു കാര്യം. സുപ്രീമോടെ പൊന്നാരെ, ആദ്യം ഈ ചക്രഭ്യൂഹത്തിന്ന് രക്ഷപ്പെട്, എന്നിട്ട് കോൾ അറ്റൻഡ് ചെയ്യുന്ന കാര്യം പറയാം. ആര്യയെ വെല്ലുവിളിക്കുന്നത് ഏറ്റവും വലിയൊരു തെറ്റാണ്. എടി ആര്യേ, നിന്റെ കാര്യം തീർന്നു. നിങ്ങൾ ഇവിടെ ഗുസ്തി പിടിക്കുവാണോ? എന്തായി ചെയ്യുന്നേ? ഞാനല്ല, ഈ അഭിമന്യുവാണ്. നീ എന്തായാലും ഇന്ന് സുപ്രീമയെ കാണാൻ തയ്യാറായിക്കോ. വൈകുന്നേരം 7 മണിക്ക്. നീ കുറെ തവണയായി അദ്ദേഹത്തിന്റെ കോള് മിസ് ചെയ്യുന്നുണ്ട്. അഭിമന്യുവിന് ഇന്നു മുതൽ പണി തുടങ്ങിയെന്നാ തോന്നുന്നേ. ആർക്ക് പണി കിട്ടുന്ന കാര്യം നിങ്ങൾ ഈ പറയുന്നത്? Let me introduce Abhimanyu's alien body suit. ഏലിയൻ ബോഡി സൂട്ടോ? ഇതെന്ത് പുതിയ തമാശയാ? ഞാൻ പറയുന്ന പോലെ പ്രവർത്തിക്കുന്നതാണിത്. ഞാൻ എപ്പ ആഗ്രഹിക്കുന്നോ അപ്പൊ എനിക്ക് ഇവനെ മൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു അഭിമന്യുവിന്റെ ശല്യം കൂടി ഞങ്ങൾ സഹിക്കണമല്ലേ? നമ്മൾ എപ്പോഴും ഹ്യൂമൻസിന്ന് ഏലിയൻ ഫോം ഒളിപ്പിച്ചു വെക്കുകയാണ്. ഇപ്പൊ ഈ ഏലിയൻ ബോഡി സൂട്ട് എന്താവശ്യത്തിനാ? ഈ നവീൻ ഇത് എവിടെ പോയിരിക്കുക? നവീൻ ഇവിടെയുണ്ട്. എന്റെ ക്രിയേറ്റീവ് ബ്രെയിനെ നിങ്ങൾ എന്താ ഒന്ന് അഭിനന്ദിക്കാത്തത്? പക്ഷെ ഡോൺ വറി, ഈ ബോഡി സൂട്ട് ആവശ്യമുള്ള ആരെങ്കിലും ഈ ലോകത്തുണ്ടാകും. എല്ലാ യാത്രക്കാർക്കും ഇന്ത്യയിലേക്ക് സ്വാഗതം. അഭിമന്യു കുമാർ ഇസ് ദ സൂപ്പർ സ്റ്റാർ. ഈ സ്റ്റാറിന്ന് ഇന്ത്യയിൽ തിളങ്ങാൻ പോകുന്നു. ടെക്നിക്കൽ പ്രോബ്ലം കാരണം ലണ്ടൻ ഫ്ലൈറ്റ് ഇന്ത്യയിൽ ഇറക്കേണ്ടി വന്നു. ഉടനെ ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ഇത് ലണ്ടനിലേക്ക് പറക്കുകയില്ല. ഇത് പ്രോബ്ലം ഒന്നുമല്ല, ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ഒരു അവസരം മൂലം എന്റെ പ്രശസ്തി വർഷങ്ങളോളം നിലനിൽക്കും. ലെറ്റ്സ് ഗോ. നീ എങ്ങോട്ടാണ് പോകുന്നത് അഭിമന്യു മോനെ? ചോഴി, കോയിൻസിഡൻസ് കണ്ടോ? ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. ഫ്രീ ഇന്ത്യയുടെ കൂടെ ഡേറ്റിംഗ്. ഇന്ത്യ ഈസ് ഗ്രേറ്റ്. നീ എന്താ ഈ പറയുന്നത്? നമ്മുടെ ലണ്ടനിലേക്കുള്ള ഫ്ലൈറ്റ് എപ്പോഴെങ്കിലും റീ അറേഞ്ച് ആവില്ലേ? അതുകൊണ്ട് നമ്മൾ എയർപോർട്ട് വിട്ട് എങ്ങും പോകുന്നില്ല. അടുത്ത 48 hours ഒന്നും സംഭവിക്കില്ല. നോ നോ നോ, നമ്മൾ റിസ്ക് എടുക്കുന്നില്ല. വരൂ, നിന്റെ സാധനങ്ങൾ എടുക്കാം. ഏലിയൻ, രക്ഷിക്കണേ. ഞാൻ ലഗേജ് ആയല്ലോ. ഓ, രക്ഷപ്പെട്ടു. നോ ഏലിയൻ, ഇതാണ് പറ്റിയ അവസരം. What this? എടാ മോനെ, നീ എങ്ങോട്ടാ പോകുന്നത്? നിന്റെ പേരൻസിനോട് ഞാൻ എന്ത് മറുപടി പറയും? നിങ്ങൾ വിഷമിക്കണ്ട ടോഴി, ഞാൻ കറക്റ്റ് ടൈമിൽ തിരിച്ചെത്താം. ഇവിടെ അടുത്തെവിടെയോ ഏലിയൻ ഉണ്ട്. ഏലിയൻ ഡിവൈസ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ആഹാ, പിടിച്ചു. ഓ അങ്കിൾ, ഏത് ദിവസമാണ് നിങ്ങളുടെ ഡിവൈസ് എന്നെക്കാട്ട് BP ചെയ്യാതിരിക്കുന്നത് അന്ന് ഞാൻ സമ്മതിക്കാം നിങ്ങൾ ഏലിയൻ എക്സ്പേർട്ട് ആണെന്ന്. പക്ഷെ ഇത് വളരെ ശബ്ദത്തിലാണല്ലോ സിഗ്നൽ തരുന്നത്. എന്റെ ഏലിയൻ ഡിവൈസ് ഫെയിൽ ആവില്ല. ആരെയാണോ കാണാൻ ആഗ്രഹിച്ചത് അയാള് സ്വയം മുമ്പിൽ വന്നല്ലോ. എന്റെ ഏലിയനെ കുറിച്ചുള്ള പേടി ഇദ്ദേഹത്തിന് മനസ്സിലാവും. എന്തൊക്കെയുണ്ട് അങ്കിൾ, എന്നെ മനസ്സിലായോ? ഞാനാണ് അഭിമന്യു കുമാർ, ദ സൂപ്പർ സ്റ്റാർ. നിന്റെ സംസാരം കേട്ടാ ആദ്യമായിട്ട് കാണുന്ന പോലുണ്ടല്ലോ. യെസ് യെസ് അങ്കിൾ, ആദ്യമായിട്ടല്ലേ കാണുന്നത്. മഹാനായ ഗോട്ടാലെ, ഐ മീൻ ദി ഏലിയൻ എക്സ്പേർട്ട്. എന്റെ ഡിവൈസ് ശരിയായി. അഭിമന്യു സമ്മതിച്ചു ഞാൻ ഏലിയൻ എക്സ്പെർട്ട് ആണെന്ന്. പിന്നെ അങ്കിൾ, അറിയാതെ നമ്മൾ ഏലിയന്റെ മുമ്പിൽ പെട്ടാൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ഒന്നും ചെയ്യണ്ട, അത് ഏലിയൻ അങ്ങ് ചെയ്തോളും. ഞാൻ ഒരു തമാശ പറഞ്ഞതാ. അഥവാ ഒരു ഏലിയനെ നിന്റെ മുന്നിൽ കണ്ടാൽ അവരെ നേർക്ക് ഈ ഗൺ എടുത്ത് ഉപയോഗിക്കണം. കുറെ നേരത്തേക്ക് അവൻ ഇങ്ങനെ ഫ്രീസ് ആയി നിൽക്കും. Wow, Abhimanyu Kumar is a star, but Gotala uncle is a superstar. Uncle എന്റെ ടെൻഷൻ എല്ലാം മാറ്റി. അപ്പൊ ഈ ഗണ്ണ് നീ കൈ വെച്ചോ, ഞാൻ പോവുക. താങ്ക് യു അങ്കിൾ. പാനിപ്പൊരി കഴിക്കൂ, പാനിപ്പൊരി.
പാനിപ്പൂരി കഴിച്ചിട്ട് കുറെ നാളായി. ഞാനിത് ഒത്തിരി മിസ് ചെയ്യുന്നു. ചേട്ടാ, ഒരു പാനിപ്പൂരി തരാമോ? പിന്നെന്താ, മുഴുവൻ എടുത്തോന്നേ. ഇതാ. ഉം, ഉം, ഉം. അയ്യോ, എരിയുന്നേ. എരിയുന്നു. ഐ മീൻ സ്പൈസി. അയ്യോ, കുടിക്കാനുള്ള വെള്ളം തീർന്നു പോയല്ലോ. ചെന്നാ കാണുന്ന കടയിൽ നിന്ന് വാങ്ങി കുടിച്ചോളൂ. ടോമി. ഓ എന്റെ ടോമി, ഇത് നമ്മുടെ അഭിമന്യു അല്ലേ? ഓ എന്റെ ടോമി, ഒന്ന് നിക്കുന്നേ. അയ്യോ, ടോമി. അഭിമന്യു, ആഴെയാണോ ഞാനിന്ന് കാണാൻ ആഗ്രഹിച്ചത്? അവിടെ എല്ലാരും എന്നെ കാണാൻ വരുവാണല്ലോ. കൃത്യസമയത്ത് കൃത്യസ്ഥലത്ത് വന്ന് വീഴുന്നത് എന്റെ സ്വഭാവമാണ്. അല്ല, നിങ്ങൾ രണ്ടുപേരും എപ്പോഴാ സ്നേഹത്തിലായത്? സർപ്രൈസ്. ഞങ്ങളുടെ രണ്ടുപേരുടെ സ്നേഹം അങ്ങനെയാണ്. ആ പിന്നെ ആന്റി, എന്റെ വീട്ടിലെ സ്പാക്കി നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമോ? എന്റെ കയ്യിൽ എല്ലാ പ്രശ്നങ്ങളുടെയും താക്കോലുണ്ട്. പിന്നെ നിന്റെ വീടിന്റെ കാണാതിരിക്കുവോ? വെരി ഗുഡ്. എപ്പോഴാണോ ഞാൻ വീട്ടിലേക്ക് വരിക, അപ്പോൾ ആന്റിയുടെ കയ്യിൽ നിന്ന് വായിച്ചോളാം. ഓക്കേ ടോമി, ഞാനിപ്പോ പോട്ടെ. ബൈ ആന്റി. ഓ, ടോമിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. ബാക്കിയുള്ള പാനിപ്പൂരിയും കൂടെ കഴിക്കേ. നന്നായി ആസ്വദിക്കേ. പാനിപ്പൂരി എങ്ങനെ കഴിച്ചാൽ എന്റെ പകുതി ബോഡി കാണാനാവും. പാനിപ്പൂരി കഴിച്ച് എന്റെ ഹ്യൂമൻ ഐഡന്റിറ്റി വെള്ളത്തിലാക്കണോ? ഓടിക്കോ. ഫ്രണ്ട്സ്, വെക്കേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? എന്റെ വെക്കേഷൻ അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ വിശേഷം പറയട്ടെ? I missed you so much. 2 നീണ്ട മാസത്തിന് ശേഷം ടിങ്കുവിനെ കാണുമല്ലേ? അതിന്റെ സന്തോഷമായിരിക്കും. ഇത്രയും നാളുകൾക്ക് ശേഷം സ്കൂള് കണ്ടപ്പോൾ നല്ല സന്തോഷം. ഇന്ന് അഭിമന്യു സ്കൂൾ യൂണിഫോം ഇട്ടിട്ടില്ലല്ലോ. ഇനി അവന്റെ ബർത്ത്ഡേ എങ്ങാനും ആണോ? ടിങ്കു വിഷ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുമായിരിക്കും അവൻ. ഹാപ്പി ബർത്ത്ഡേ അഭിമന്യു. വാവ്, ഇത്രയും നാളുകൾക്ക് ശേഷം നിനക്ക് എന്റെ ബർത്ത്ഡേ ഓർമ്മയുണ്ടല്ലേ? അഭിമന്യു കുമാർ ഇസ് എ സ്റ്റാർ, ബട്ട് ടിങ്കു ഇസ് എ സൂപ്പർ സ്റ്റാർ. ഞങ്ങളുടെ സ്കൂള് സർപ്രൈസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് മണി സാറല്ലേ? സാറിന് എന്നെ മനസ്സിലായോ? ഞങ്ങൾ റേസ് ട്രാക്ക് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി എല്ലാവരും പങ്കെടുത്താ മതി. ഓ, സാറിന് എന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. സാർ, എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? പിന്നെ ടെൻഷൻ ഉണ്ടാവില്ലേ? എന്താ, എന്ത് പറ്റി സാർ? ഓ, നാളെ സോപ്പ് ബോക്സ് റേസ് നടക്കാൻ പോവാ. എനിക്ക് വിശ്വാസമുള്ള ഒരു പാർട്ടിസിപ്പന്റിനെ കിട്ടിയിട്ടില്ല. സോപ്പ് ബോക്സ് റേസ് ഇസ് ഈസി പീസി. ഞാൻ ലണ്ടനിൽ ഈ റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ലണ്ടൻ? ഓക്കേ, വെക്കേഷൻ ലണ്ടനിൽ പോയി കാണും. ഞാൻ ഇതുവരെ മൂന്നാറിൽ പോലും പോയിട്ടില്ല. കഷ്ടമായി പോയല്ലോ. ദാ നോക്കിക്കേ. ഇത് കൊള്ളാലോ അഭിമന്യു. നീ ലണ്ടനിൽ ചെന്ന് സോപ്പ് ബോക്സ് റേസ് ചാമ്പ്യനായോ? I tried my best, sir. എങ്കിൽ കേട്ടോളൂ, നീയും ടിങ്കുവും നമ്മുടെ സ്കൂളിന് വേണ്ടി സോപ്പ് ബോക്സ് റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. എന്ത്? എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുമോ? ഈ കോമ്പറ്റീഷന് വേണ്ടി ഞാൻ സ്കൂളിലെ ബെസ്റ്റ് സ്റ്റുഡന്റിനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. വാവ്, സാറിന് ഇപ്പോഴും ഞാൻ ബെസ്റ്റ് സ്റ്റുഡന്റ് ആണ്. അഭിമന്യു കുമാർ ഇസ് എ സ്റ്റാർ, പക്ഷെ പ്രിൻസിപ്പൽ ആണ് സൂപ്പർ സ്റ്റാർ. Presenting our soap boats car. Ta-da! ഈ കാർ ഓടുമോ? നോ എഞ്ചിൻ, only gravity. Physics is alien to me. എവിടെ ഏലിയൻ? എവിടെ? എവിടെയാ? ഞാൻ ഉദ്ദേശിച്ചത് എന്റെ ഫിസിക്സ് അല്പം കുഴപ്പമാന്നാ. ഓ, എന്നാ പിന്നെ അങ്ങനെ പറയണ്ടേ. നീ എന്നെ ശരിക്കും പേടിപ്പിച്ചു. ഇനി ഈ കാർ ഫിസിക്സിലല്ല, നമ്മുടെ കെമിസ്ട്രിയിലാണ് ഓടാൻ പോകുന്നത്. ഞാൻ നിന്റെ സ്മാർട്ട് വാച്ചിന്റെ കണക്ഷൻ മൂലം നിന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്യും. എന്നിട്ട് നിന്നെ കണ്ടുപിടിക്കും. ഒരു മതിലിനും എന്നെ തടയാൻ കഴിയില്ല. ഓ നോ.
ഇനി ഞാൻ നിന്നെ എങ്ങനെ ട്രേസ് ചെയ്യും? ടോഴി വലിച്ചെറിഞ്ഞ ചൂങ്കം പോലെ കാലിൽ ഒറ്റപ്പിടിക്കുവാണല്ലോ. എന്നെ കണ്ടു കഴിഞ്ഞാൽ എയർപോർട്ടിലേക്ക് കൊണ്ടുപോകും. എനിക്കാണെങ്കിൽ ഇന്ത്യയിൽ വേറെ കുറെ കാര്യങ്ങൾ ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? ടോയ്ലറ്റ്. നീ കാർ ഓടിക്കാൻ നോക്ക്, ഞാൻ വാഷ്റൂം ട്രൈ ചെയ്യാം. ഐ മീൻ വാഷ്റൂമിലേക്ക് പോയിട്ട് വരാം. നീ കാരണം സ്കൂൾ ഫസ്റ്റ് ഡേയിൽ ഞാൻ ലേറ്റ് ആയി. അറിയാം. പെട്ടെന്ന് നടക്കാൻ നോക്ക്. സോറി സർ. അഭിമന്യു, നീ എന്താ ഇവിടെ ചെയ്യുന്നേ? ഞങ്ങൾ ക്ലാസ്സിലേക്ക് പോവായിരുന്നു സർ. ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട ഒരാവശ്യവുമില്ല. ഗ്രൗണ്ടിലേക്ക് പ്രാക്ടീസ് ചെയ്യ്. എനിക്ക് തോന്നുന്നു സ്കൂളിൽ വരാൻ ലേറ്റ് ആയതിന് പണിഷ്മെന്റ് തരുവാന്നോ സർ? ഞാൻ പറഞ്ഞില്ലേ ഗ്രൗണ്ടിലേക്ക് പോകാൻ. നീ പോകണ്ട ആര്യ, നീ ക്ലാസ് അറ്റൻഡ് ചെയ്യേ. സോപ്പ് ബോക്സ് റേസിൽ അഭിമന്യു മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്താ മതി. ഇതെന്താ സോപ്പ് പെട്ടി കൊണ്ടുള്ള റേസോ? ഹ്യൂമൻസിന് വേറെ ഒന്നും കിട്ടിയില്ലേ? ഹ്യൂമൻസ് എന്ത് തന്നെ ചെയ്താലും നീ അതിനെ കുറിച്ച് റിസർച്ച് ചെയ്തേ പറ്റൂ. ഉറച്ച തീരുമാനമായിരിക്കണം അഭിമന്യു. ആര്യ വരൂ. സോപ്പ് ബോക്സ് റേസിനെ കുറിച്ച് കുറച്ചൊന്ന് റീസർച്ച് ചെയ്തേക്കാം. എനിക്ക് തോന്നുന്നു ആരാണോ ഫാസ്റ്റ് ആയിട്ട് കുളിക്കുന്നത് അവര് ജയിക്കുമെന്നാ. അഭിമന്യു സ്കൂൾ യൂണിഫോം ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നോ? പിന്നെ സോപ്പ് ബോക്സ് റേസിന് ബർത്ത്ഡേ ഡ്രസ് ഇട്ടിട്ടാണോ വരേണ്ടത്? ഓയ്, സോപ്പ് ബോക്സ് റേസ് എക്സ്പെർട്ട് ടിങ്കുമായിട്ട് ചേർന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. ഓ, സോപ്പ് കൊണ്ട് കുളിക്കാനല്ല, ഈ വണ്ടി ഓടിച്ചു ജയിക്കാനാണ്. അഭിമന്യു കുമാർ ചിലപ്പോൾ ഈ റേസിൽ എക്സ്പേർട്ട് ആയിരിക്കും, പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ല. ഈ അഭിമന്യു സ്പേസ്ഷിപ്പ് ഓടിച്ചിട്ടുണ്ട്, പിന്നെയല്ല ഈ കാറ്. റേസിന് മുമ്പ് തന്നെ കാറ് ഡിസ്ട്രോയ് ആയല്ലോ. നിന്റെ മുഖത്തിലും കരി പറ്റിയല്ലോ. എന്റെ മുഖത്ത് കരി പറ്റിയെന്നോ? വേഗം പോയത് കഴുകിയിട്ട് വാ. ഇപ്പൊ കഴുകിട്ട് വരാം. ഓ നോ, നമ്മുടെ കാറിന് എന്ത് പറ്റി? നീ എന്താ വീണ്ടും ചേഞ്ച് ചെയ്ത ബർത്ത്ഡേ ഡ്രസ് ഇട്ടോ? വീണ്ടും ചേഞ്ച് എന്നോ? എന്താ നീ ടോപ്പിക് ചേഞ്ച് ചെയ്യല്ലേ? ടിങ്കു, നീ സോപ്പ് ബോക്സ് വണ്ടിയെ എന്താ ചെയ്തു വെച്ചിരിക്കുന്നേ? ഞാനോ? അത് ശരി, കള്ളത്തരം കാണിച്ചിട്ട് രക്ഷപ്പെടാൻ നോക്കുക അല്ലേ? കള്ളത്തരം രക്ഷപ്പെടൽ, നീ എന്തൊക്കെയാ പറയുന്നേ? എനിവൈ, ന്യൂ സോപ്പ് ബോക്സ് കാർ ഞാൻ തന്നെ ഉണ്ടാക്കാം. ഞാനെന്നാ പോട്ടെ. അല്ല, ഇത്ര പെട്ടെന്ന് നീ എങ്ങോട്ടാ പോകുന്നേ? കീ വാങ്ങിക്കാൻ. കീ വാങ്ങിക്കാനോ? എഞ്ചിൻ ഇല്ലാത്ത കാറിന് എന്താ കീ ഉണ്ടോ? ഓ, കാറിന്റെ കീ അല്ല, ഹൗസ് കീ. ഗോച്ചാല ആന്റിയുടെ കയ്യിൽ നിന്ന് കീ വാങ്ങി കുമാർ ഹൗസിൽ പോണം. അല്ല, ഇപ്പൊ നീ അങ്ങോട്ട് പോയിട്ട് എന്നിട്ട് ഇവിടുന്ന് വരുന്നോ? ഇതെങ്ങനെ പോസിബിളാ? എന്റെ ടിങ്കു, ഞാൻ ഇവിടുന്ന് പോയിട്ട് ഇവിടുന്ന് തന്നെ വന്നത്. നീ എങ്ങനെയാ പെട്ടെന്ന് ഇങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്നേ? മാത്രമല്ല നിന്റെ ആക്സിഡന്റ് ചേഞ്ച് ആവുന്നുണ്ടല്ലോ. പിന്നെ നീ ഇപ്പൊ ഗോട്ടാലാൻഡിയുടെ വീട്ടിൽ പോയി കീ വാങ്ങിയിട്ട് കുമാർ ഹൗസിലേക്ക് പോയിരുന്നല്ലോ. ബർത്ത്ഡേ ഡ്രസ്സോ? ഗോട്ടാലാൻഡിയോ? കുമാർ ഹൗസ്? എന്തൊക്കെയാ പറയുന്ന ടിങ്കു? ഒന്നും മനസ്സിലാവുന്നില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സോപ്പ് ബോക്സ് തകർന്നത് കണ്ട് ഇവന്റെ തലയ്ക്ക് എന്തെങ്കിലും പറ്റിയതായിരിക്കും. എന്നാ പിന്നെ കാണാൻ ടിങ്കു. ടിങ്കുവിന്റെ ഒരു കാര്യം. അഭിമന്യു മോനെ, നിന്നെ കിട്ടിയല്ലോ. എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ നിനക്ക് പറ്റില്ല അഭിമന്യു മോനെ. ആരാ മോൻ? ആരുടെ മോൻ? പിന്നെ നിങ്ങൾക്ക് എങ്ങനെ എന്റെ പേരറിയാം? ആരാ നിങ്ങൾ? അത് ശരി, എന്നെ ഐഡന്റിഫൈ പോലും ചെയ്യുന്നില്ലേ? പക്ഷെ ഞാൻ നിന്റെ ടോക്സിലേക്ക് തീർച്ചയായും വരില്ല. ലണ്ടനിൽ കുക്കി മാഡത്തെ നവീൻ സാറിനെ ഞാൻ എന്റെ മുഖം എങ്ങനെ കാണിക്കും? കുക്കി, നവീൻ, ഇയാൾക്ക് എന്റെ മുഴുവൻ ഫാമിലി അറിയാലോ. പക്ഷെ ലണ്ടൻ, അവിടെയല്ല അഭിമന്യു കുമാർ ഉള്ളത്. അപ്പോൾ അതിന്റെ അർത്ഥം അവൻ ഇന്ത്യയിൽ എത്തിയെന്നല്ലേ? അതുകൊണ്ടാ ഈ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്യും? ഈ അഭിമന്യു കാരണം എന്റെ ഭൂമിയിലെ ടിക്കറ്റ് കട്ടായി പോകുന്ന തോന്നുന്നേ. ടിങ്കു പറഞ്ഞത് അഭിമന്യു കുമാർ ഹൗസിലേക്ക് പോവാണെന്നല്ലേ? നവീനും കുക്കിയും സുപ്രീമോടെ കോൾ അറ്റൻഡ് ചെയ്യാൻ കുമാർ ഹൗസിലേക്ക് പോകും. എനിക്ക് അവിടെ എത്തിയേ പറ്റൂ. നീ എങ്ങും പോനില്ല. എല്ലാ പ്രശ്നങ്ങളും അഭിമന്യു ഉണ്ടാക്കും. എനിക്കാണെങ്കിൽ നാക്ക് ഉപയോഗിക്കേണ്ടി വരും. കൃത്യ ടൈമിലെ എൻട്രി ആയത്. ആരാ ഇങ്ങനെ ചെയ്യുന്നത്? എന്തിനാ ഇങ്ങനെ വലിക്കുന്നത്? ആ പാമ്പിന്റെ കിളി എങ്ങനെയുണ്ട്? എന്താ ഈ സംഭവിക്കുന്നത്? ഇതൊരു സ്നേക്കിനെ പോലെ ഉണ്ടല്ലോ. എന്നെ വെറുതെ വിടൂ. ഫോറിനേഴ്സിനെ ഇവൻ ഫേവറേറ്റ് ഫുഡ് ആക്കും. നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ ആ മരത്തിലേക്ക് കേറിക്കോ. അപ്പോൾ ഇനി ഞാൻ ബൈ ബൈ പറയട്ടെ. എന്നെ മരത്തെ കെട്ടിട്ട് നീ എങ്ങോട്ട് പോകുന്നു അഭിമന്യു മോനെ?
ആര്യ വലിയൊരു പ്രശ്നമുണ്ട്. എല്ലാം മനസ്സിലായി. പപ്പയും മമ്മിയും കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. നിന്നെ പോലെ അവരും ഫോൺ എടുക്കുന്നില്ല. എന്ന് വെച്ചാൽ സമയം തീരെ കുറവാണ്. പ്രോബ്ലം കൂടുതലും. ഹ്യൂമൻ ആയി ഇരുന്നിട്ട് കുറവ് സമയം കൊണ്ട് നമുക്ക് വീട്ടിലെത്താൻ പറ്റില്ല. നമുക്ക് ഏലിയൻ ഫോമിലേക്ക് ആയേ പറ്റൂ. Watch India's largest kids library only on Jio Hotstar. Download the app now.